ഇവിടെ ചികിത്സിക്കാൻ വൈദ്യരുണ്ടോ? ഉണ്ട്. ഞാൻ തലവേദനയ്ക്ക് വന്നേ ഇവിടെ. ആ എന്നാ അത് പറ, ഇരിക്കേ. എന്തുവാ പേര്? എന്റെ സജി കണ്ടംപേരൂർ. എങ്ങനാ വന്നത്? ഞാൻ ഓട്ടോ വിളിച്ചു വന്ന്. ഓട്ടോ വിളിച്ചാന്നോ എല്ലാവർക്കും തലവേദന വരുന്നേ? തലവേദന എങ്ങനെ വന്നു എന്നാ ഞാൻ ചോദിച്ചത്. അത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാനത്ത് എവിടാ? കുട്ടിക്കാനാന്നോ ഞാൻ പറഞ്ഞത്? കച്ചാനം. കച്ചാനോന്നോ? ആ കണ്ടംപേരൂരല്ലയോ? എനിക്ക് ഭ്രാന്ത് വരുന്നു സത്യം പറഞ്ഞു. ഭ്രാന്തിനുള്ള ഗുളിക ഉണ്ടെന്ന് ഇവിടെ. എന്റെ വൈദ്യര എന്നെ നിങ്ങൾ കളിപ്പാട്ടം ആക്കരുത് കേട്ടാ. കളിപ്പാട്ടത്തിൽ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ആ ടി വിയിൽ ആ സിനിമ ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ കണ്ടതാ. സത്യം പറഞ്ഞ ഉർവശിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിച്ചു ഞാൻ. നീ കണ്ടായിരുന്നു ആ പടം? കണ്ടോ? ഞാനും കണ്ടേ അത്. പക്ഷെ ഞാൻ ലാസ്റ്റ് ഭാഗം കണ്ടില്ല. കണ്ടില്ലയോ? ഷോ അതിനകത്ത് ഉർവേശിക്കുണ്ടല്ലോ മാരകമായിട്ട് അസുഖം വന്നങ്ങ് മരിച്ചു പോവാ. ആ അത് കണ്ടോ? ഭാര്യ മരിച്ച ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായി വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ആ പുള്ളി ഈ വയലിൻ ഏതാണ്ട് വായിച്ച് അങ്ങനെ നടക്കും. ഊട്ടിയിലാ. ഓ ഇത് ആ കളിപ്പാട്ടമല്ല, മറ്റേ കളിപ്പാട്ടം വന്നു. നീ എന്നെ പൊട്ടനാക്കാതെ റൂട്ട് മാറ്റിക്കൊണ്ട് വരുവാ ഞാൻ. അതിനിടെ കറി കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ. നീ പോയി അതളക്ക. ഞാൻ കേൾക്കുന്നുണ്ടേ. തലവേദനകളോട് മരുന്ന് പറഞ്ഞതാ. മരുന്ന് ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ? ആ തലവേദന വന്നിട്ട് 5 വർഷമായി, ഒരു സപ്പോർട്ടും ഇല്ല. അതല്ലേ ചോദിച്ചേ, സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന്? ആ സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന് എനിക്കറിയാം. അതിനൊരു കായുണ്ട്. അപ്പൊ നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നിങ്ങളൊരു ഒറ്റമൂലി വല്ല ഉണ്ടെങ്കിൽ എനിക്കിത് പറഞ്ഞതാ. അതെല്ലാം സംഘടിപ്പിച്ചു തരാം. പക്ഷെ ഒരു കാര്യമാണ്, എന്തുവാ? തലയുടെ MRI സ്കാൻ ചെയ്ത് ഒരു റിസൾട്ട് അത് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ നോക്കിയേ. ആ കൊള്ളാം. എടാ ഇത് വാതിലടക്കാതാന്നോടാ ഈ സ്കാൻ ചെയ്തേ? അതെന്തുവാ? വന്നോന്റെ പോയോന്റെ എല്ലാം തലയിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. ഇത് എവിടുന്നാ എടുത്തേ? അടൂരിന്ന്. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ടേ നിന്റെ തല എവിടാന്ന് വെച്ചാൽ അവിടെ ശരിയിട്ടുണ്ട്. എപ്പോ വരാനാ? എന്നാ എന്റെ തല കൊണ്ട് പോട്ടെ. തലവേദനക്കൊരു മരുന്ന് പറഞ്ഞതാ നിങ്ങള്. ഓ അല്ല, പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നല്ലോ, ജയമോദക വെള്ളം. ജയമോദകോ? ഐമോദകം ഇല്ലയോ? എടാ മോദകൻ 2 എണ്ണം ഉണ്ട്. അവര് 2 പേര് എൻഷല ഐയും ജയും ആണോ? ആ ഈ ഐമോദകം എന്ന് പറഞ്ഞാൽ ഞാൻ സുഖേനാകുന്നു. അത് നിനക്ക് മതിയോ? അത് വേണ്ട. അപ്പൊ ജയമോദക വെള്ളം കുടിക്കണം. ആ മരുന്ന് തരണമെങ്കിൽ നീ 1000 രൂപ എനിക്ക് കൈനീട്ടം തരണം. ഇല്ല വൈദ്യരെ, ആദ്യം മരുന്ന് തരാതെ ഞാൻ പൈസ തരത്തില്ല. ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അതുകൊണ്ടാ പറയുന്നേ. ഇല്ല, ആദ്യം മരുന്ന് താ നിങ്ങള്. ഒരു കാര്യം ചെയ്, ആ മരുന്ന് ഇങ്ങടുത്തേ. ഇത് ആ ദേ ഇത് കുടിക്കണം. അത് ചാടിക്കരി പിടിക്കാതെ. പിന്നെ 2 കയ്യും മടങ്ങരുത്. മടങ്ങാതെ വേണം ഇത് കുടിക്കാൻ. പത്തിയുണ്ടോ? ഉണ്ട്. കനകച്ചിലങ്ക കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. മതിയോടാ? ഞാൻ പത്യം പഠിക്കാൻ വന്നയാന്നോ? ഈ മരുന്ന് കഴിക്കുമ്പോ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത്. ഉണ്ട്. ഇറച്ചി, മീന്, മുട്ട കഴിക്കണോ? കഴിക്കരുത്. എരി, പുളി, കാന്താരി കഴിക്കല്ലേ? കഴിക്കണം. പച്ചക്കപ്പ, മത്തിക്കറി കഴിക്കണോ? വേണ്ട, പൊതിഞ്ഞോണ്ട് പറഞ്ഞ എനിക്ക് പത്യമില്ലല്ലോ. അവിടെ നിക്കേ, ഞാൻ വരുവാ. അവൻ അവിടെ നിന്ന് കാട്ടുചേന പുഴുങ്ങുന്നു. കിട്ടുണ്ണി, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൂട്ട്? നമ്മുടെ ഈ കൂട്ട് കാരണം എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. അതാണോ ചോദിച്ചേ? നമ്മുടെ ഈ മരുന്നിന്റെ കൂട്ട് എങ്ങനെ ഉണ്ടെന്ന്? അതല്ലേ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നുമോനെ ശരിക്ക് ഇളക്കണേ, അടി പിടിക്കല്ലേ. അപ്പൊ അക്കാര്യത്തിൽ വൈദ്യർക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. ഞാൻ അങ്ങനെ ചെയ്യുമോ? അതല്ല പറഞ്ഞേ, ഇത് ശരിക്ക് ഇളക്കണം. ഇതിന് അടി പിടിക്കരുത്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുവാ. അത് കണ്ടോ? അയ്യോ, അമേരിക്കയിലൊരു ശില്പം ഇല്ലയോ, എന്തുവാ, ലിബർട്ടി ഓഫ് സ്റ്റാച്ചു, അതുപോലെ ഞാൻ ഒരു പണി കൊടുത്താ. അതോ? ഇപ്പൊ വരാം. അല്ലേ സജി? കുടിച്ചോ? മരുന്ന് വരുന്നില്ല. മരുന്ന് വരണമെങ്കിൽ ഇതിനകത്തുനിന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പണി തന്നെ അല്ലയോ? എന്നൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്തോ? ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കുമെന്നുള്ളത്. പലയിടത്തും ഞാൻ മരുന്ന് കഴിച്ചു, ശരീരത്തിൽ പിടിക്കുന്നില്ല. ഇനി നാളിന്റെ വല്ല പ്രശ്നമാണോ? നാളിന്റെ വരില്ലേ കിട്ടുണ്ണി? നാളിന്റെ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ എന്തോ പൂരാട വായില്ല? എന്തോ നാളാ മകം കുംഭമോ മൂലം എങ്ങനെ ഉണ്ട്? എനിക്കറിയത്തില്ല. എങ്ങനെ ഉണ്ടടാ? ഞാനല്ലേ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോണ്ടല്ലോ ഞാൻ പേടിച്ച് ഞെട്ടി ഉണരോ, എന്തോ ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ ഉറങ്ങാതിരുന്നാ പോരെ. എടാ അങ്ങനെ സംസാരിക്കും. പിന്നെന്തോ? എടാ നീ ഒരു 20 രൂപ മുടക്കണം. മുടക്കുമ്പോ നിനക്ക് ഞാനൊരു ചരട് ജപിച്ച് അങ്ങോട്ട് കെട്ടിത്തരും. നിന്റെ പേടി അങ്ങ് മാറും. അപ്പൊ എനിക്ക് 20 രൂപയുടെ പേടിയേ ഉള്ളോ? ആര് പറഞ്ഞു? 1000-400 രൂപയുടെ പേടി കിടക്കുവാ. കിട്ടുള്ളേ അന്നാ പോട്ടെ, നമ്മുടെ പയ്യനല്ലയോ, പൈസ ഇല്ലാത്തവനല്ലേ, പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന് എടാ നിനക്ക് കുത്തലോ.
എനിക്ക് വേണ്ട, ഞാൻ വേറെ വെള്ളം കൊണ്ട് പൂച്ചോളാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, വാദത്തിന് എന്ത് ചെയ്യും? നല്ലൊരു വക്കീലിനെ കാണണം. അതാണോ ഞാൻ പറഞ്ഞത്? മുട്ടിന്റെ താഴോട്ട് വാദം, അത് മാറാൻ എന്തോ ചെയ്യണം? അത് പോത്തിറച്ചി കഴിക്കണം. ഇത് ഞാൻ ഇറച്ചി കഴിച്ചു, എന്നിട്ട് പോത്തില്ല. അതെങ്ങനാ കാണുന്നേ? ആ പോത്തിന്റെ ഇറച്ചിയല്ലേ നീ കഴിച്ചേ, പിന്നെ പോത്തില്ല. ഒന്നാമത്തെ കാര്യം നല്ല ഭക്ഷണം വെച്ചാലും വീട്ടിൽ പോലും ആളില്ല. എടാ വീട്ടിൽ ആളില്ല, നിന്റെ പെണ്ണുമ്പിള്ള എന്തിയേ? എന്റെ പൊന്ന് വൈദ്യരെ, ഒരു കുന്നും പുറത്താണ് എന്റെ വീട്. ഞാനാണോ വെച്ചേ? അല്ല, പഞ്ചായത്ത് തന്നതാ. നേരം വെളുക്കുമ്പോണ്ടല്ലോ ഇവളില് വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്, താഴോട്ട് ഒറ്റ പോക്ക. പെണ്ണുമ്പിള്ളയുടെ പേരെന്തുവാ? ഗംഗ. പിന്നെ അത് കുന്നിന്റെ പുറത്ത് നിൽക്കുവോ? ഒലിച്ചു പോവും. വല്ല തങ്കമേന്ന് വല്ല വിട്ടായിരുന്നെങ്കിൽ അവൾ എവിടെയാലും തങ്ങി നിന്നേനെ. പിന്നല്ലയോ?